പ്രിയമുള്ളവരെ, ഞായറാഴ്ച വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ബോറടിച്ച് കേട്ടോ. എന്നാൽ പിന്നെ വാഗമണി തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. മോളും ഞാനും മാത്രമായതുകൊണ്ട് സ്കൂട്ടിയിൽ ഇങ്ങ് പോന്നു. അപ്പോൾ ഇത് ഈ വസിഷ്ഠ ആശ്രമമാണേ. പല പ്രാവശ്യം നമ്മളിവിടെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. പക്ഷേ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിക്കും എല്ലാ പ്രാവശ്യവും. തിരിച്ചു വരുമ്പോൾ നമ്മൾ മടക്കുന്നത് കൊണ്ട് അവിടെ കയറാറുമില്ല. ഇപ്രാവശ്യം എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ അവിടെ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ആ സ്റ്റെപ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം എന്ന് പറഞ്ഞാൽ ചുറ്റും തേയിലക്കാടാണ്. അതിൻ്റെ നടുക്ക് നല്ല ചുവന്ന സ്റ്റെപ്സ് അങ്ങ് മണ്ട വരെ ഉണ്ട് കേട്ടോ. അതായത് ആ കുന്നിൻ്റെ മുകൾ ഭാഗം വരെ. അപ്പോൾ ഞങ്ങളതിനകത്ത് കുറച്ച് ഭാഗത്തേ കയറിയുള്ളൂ. വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി പോരുകയും ചെയ്തേ. അതിൻ്റെ അങ്ങ് മുകളിലൊക്കെ പോയി ഇരിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നല്ല രസമായിരിക്കും. കാരണം അതിൻ്റെ അപ്പുറത്തെ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് ആദ്യം കുറേ ദൂരം പോയി കേട്ടോ. പോയിട്ട് മോളും ഇടയ്ക്കൊന്ന് സ്കൂട്ടിയൊക്കെ ഓടിച്ച് നോക്കി. പക്ഷേ അന്നേരം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സ്കൂട്ടിക്കകത്തായിരുന്നു ഫോണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തവളപ്പാറ എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റാണ് ഇത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് ഇതിൻ്റെ പുറകിലായിട്ടൊരു പാറയുണ്ട്. അപ്പോൾ ആ പാറയ്ക്ക് തവളയുടെ ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിന് തവളപ്പാറ എന്നൊരു പേര് വന്നത്. ഇതിപ്പം കണ്ടോ, നമുക്ക് അങ്ങ് വാഗമണ്ണൊക്കെ കാണാം കേട്ടോ. വാഗമണ്ണ്, വട്ടപ്പതാൽ പറയണ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമുക്കങ്ങ് ദൂരെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, കുറേ വീടുകൾ അടുക്കിയിരിക്കുന്നത് പോലെ. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ വീട്. കണ്ടോ, ഈ കാണുന്നതാണ് തവളപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്, കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ കുറച്ച് നേരം ചിലവഴിച്ചു. പിന്നെ അവിടെ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. വളരെ സന്തോഷകരമായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയൊക്കെ പോകണമെന്ന് തോന്നുമ്പം ഒരു പക്ഷേ ദൂരെ പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി യാത്രയൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഭംഗിയും ആശ്വാസമൊക്കെ ഉണ്ട്. ഏതായാലും വാഗമണ്ണിൽ നിന്ന് സെൽഫി എടുക്കാതെ എങ്ങനെ പോകും? അമ്മ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ.